സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മെയ് 1 നടക്കാൻ പോയതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നടക്കാൻ പോകണമെന്ന്. പക്ഷേ അതെനിക്ക് എന്നെ തന്നെ പുഷ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്ന വലിയൊരു പാടുള്ള കാര്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കേണ്ടത്. പക്ഷേ എന്നെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചാടിക്കൂട്ടി ഇറങ്ങും. പക്ഷേ എനിക്കായിട്ടൊരു കാര്യം ചെയ്യാനും അതൊന്ന് നടപ്പിൽ വരുത്താനും ഒക്കെ എനിക്ക് കുറച്ച് പാടാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 6 എന്നെ തന്നെ ഞാൻ പുഷ് ചെയ്ത് നടക്കാനായിട്ട് ഇറക്കി കേട്ടോ. ആ സമയത്ത് ഞാൻ കരുതി ഒന്ന് വീഡിയോ എടുത്ത് നടക്കാം, എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ പറയാമല്ലോ എന്ന്. അപ്പം ഞാൻ ഈ അടുത്തായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പാരൻറ്റ് ഈ ട്രാൻസ്പെറൻറ്റ് പേപ്പർ വെച്ചിട്ട്, അതായത് DC പേപ്പർ ഉണ്ടല്ലോ, ഈ ബുക്ക് പൊതിയുന്ന അദസീവ് റോള്, അത് വെച്ചിട്ട് ബുക്ക് പൊതിയുന്നതിൻ്റെ ഒരു പാട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ, ഇവിടെ സ്കൂൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങണം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ആ കവർ പേജ് കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ബുക്സ് ഇതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ KG സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ഒരു ഐഡിയ ആണ്. കാരണം അത് കണ്ട് ഇതാണ് ബുക്ക് എന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് എടുക്കും. നോട്ട്ബുക്കിലാണെങ്കിൽ ഞങ്ങൾ പിക്ചർ വരച്ച് വെക്കും, പിന്നെ ABCD എഴുതി വെക്കും, ന്യൂമറസിയിലാണെങ്കിൽ 1 2 3 എഴുതി വെക്കും. അങ്ങനെയാണ് കുട്ടികൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ ഇച്ചിരി പാടാണെങ്കിലും ഈ അദസീവ് റോൾ ഉപയോഗിച്ച് കവർ ചെയ്യുന്നതാണ് KG സംബന്ധിച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ പാരന്റിനെ വിമർശിക്കാനൊന്നും അല്ല കേട്ടോ. എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു, അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പരുവായതിന് ശേഷം പിന്നെ ഞങ്ങൾ തന്നെയാണ് ബുക്കൊക്കെ പൊതിയുന്നത്. അതൊരു രസകരമായ ഒരു കാര്യമായിരുന്നു. എല്ലാവരും ഒക്കെ ഇരുന്നുകൊണ്ട് ബുക്കൊക്കെ പൊതിയുക എന്നൊക്കെ പറയുന്നത് ഒരു രസകരമായ ഒരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ബുക്ക് പൊതിയുന്നത് ബ്രൗൺ പേപ്പർ, പിന്നെ കലണ്ടർ, പിന്നെ ന്യൂസ് പേപ്പർ, ഇതൊക്കെ ഇട്ടിട്ടാണ് പൊതിയുമായിരുന്നത്. അതൊരു രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നും. പിന്നെ ഓർമ്മ വന്ന ഒരു കാര്യമാണ് റിസൾട്ട് നോക്കാൻ പോകുന്നത്. ഈ മെയ് 1st വീക്കിലല്ലേ റിസൾട്ട് നോക്കാൻ പോകുന്നത്. അവിടെ ബോർഡിൽ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ പോകുന്നത് വരെ ജയിക്കോ എന്നുള്ള ഒരു പേടി. നമുക്ക് അന്നൊക്കെ പരീക്ഷയൊക്കെ ഭയങ്കര പേടിയല്ലേ, ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേടിയിലൊക്കെയാണ് പോകുന്നത്. ജയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആരൊക്കെ തോറ്റു എന്ന് നോക്കലാവും. അതൊക്കെ ഒരു രസകരമായ ഓർമ്മകളായിട്ട് മനസ്സിലേക്ക് ഓടി വന്നു. അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇന്നത്തെ പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുമെങ്കിലും കുറെ കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരു രസകരമായ അനുഭവങ്ങളായിട്ട് തോന്നുമല്ലേ. ഇനിയും കുറേ ഓർമ്മകൾ പങ്കുവയ്ക്കണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തോന്നിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. ദേ അവിടെ ഒരു കുഞ്ഞിരുന്ന് ഊഞ്ഞാലാടുന്നത് കണ്ടോ? അങ്ങനെ ദാ അവിടെ ഊഞ്ഞാലുമായി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരാം. അതുവരേക്ക് ബൈ.